ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ്. നിങ്ങൾ ഇപ്പോൾ എഴുതിയ, അതായത് ഈ ഓഗസ്റ്റിൽ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. അടിസ്ഥാന പാഠാവലി ഓണപ്പരീക്ഷ ചോദ്യപേപ്പർ. അപ്പോൾ ഇതിൻ്റെ വിശകലനം ഉത്തരങ്ങളടങ്ങിയ ക്ലാസ്സാണിത്. എല്ലാവർക്കും പരീക്ഷയുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓണപ്പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഉത്തരം ചെയ്യാണ് നമ്മൾ ഇന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞു. ഇനി അതിൻ്റെ പേപ്പറെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ചോദ്യപേപ്പറുകൾ ഉത്തരങ്ങൾ എഴുതിയിട്ട് പോകാനുണ്ടാകും നിങ്ങൾക്ക്. അപ്പോൾ അതിനെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം 9ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ്. ആദ്യ ചോദ്യം എന്താ? അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ കാടുകളുടെ താളം തേടി. ഈ വാക്യം യാത്രയെക്കുറിച്ച് നൽകുന്ന തിരിച്ചറിവ് എന്ത് എന്നാണ് ഉത്തരം. ഓപ്ഷൻ ബി, യാത്രയിൽ നിന്ന് അറിവും അനുഭവവും നേടുന്നു. 2, ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു. ശാന്തിനികേതനം. അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ഉത്തരം പ്രകൃതിയുടെ ഭംഗി. 3, വീണുപോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. സ്മാരകം. വരികളിലെ സ്മാരകമായി എന്ന പ്രയോഗത്തിൻ്റെ ആശയത്തിന് യോജിച്ച വാക്യമേത്? ഉത്തരം പുതിയ പിറവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ. അടുത്തത് 4, കാര്യകാരണബന്ധം വിശകലനം ചെയ്ത് ശരിയുത്തരം കണ്ടെത്തുക. കാര്യം, ഗ്രാമീണ പുനരുദ്ധാരണത്തിൻ്റെ കേന്ദ്രമാണ് ശ്രീനികേതനം. കാരണം, ചിത്രപ്രദർശനമാണ് അവിടെ പ്രധാനമായും നടക്കുന്നത്. ഉത്തരം സി ആണ്. കാര്യം ശരി, കാരണം തെറ്റ്. അടുത്തത് 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതുകയാണ്. 5, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു. സ്മാരകം. അപ്പൂപ്പൻ താടിയുടെ പറക്കലിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്? ഉത്തരം, അപ്പൂപ്പൻ താടിക്ക് പക്ഷികളെ പോലെ പറക്കാൻ ചിറകുകളോ ദീർഘദൂര യാത്രകൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച വഴികളോ സ്വന്തമായി ഒരിടമോ ഇല്ല. എങ്കിൽ പോലും പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് അത് ആകാശത്തിലൂടെ മുന്നോട്ട് പറന്നുയരുന്നു. മറ്റ് ജീവികൾക്കുള്ള വലിയ സൗകര്യങ്ങളോ സാധ്യതകളോ അപ്പൂപ്പൻ താടിക്കില്ല. അതുകൊണ്ട് തന്നെ കവി ഇതിനെ വളരെ വിനീതമായ ശ്രമം എന്ന് വിളിക്കുന്നു. എന്നാൽ തൻ്റെ സ്വാഭാവികമായ കരുത്ത് തിരിച്ചറിഞ്ഞ് സ്വന്തം വഴി സ്വയം കണ്ടെത്തി അത് നടത്തുന്ന ഈ യാത്ര ആത്യന്തികമായി ഒരു വലിയ ധീരതയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൂപ്പൻ താടിയുടെ പറക്കൽ യാതൊരുവിധ അറിവുകളുടെയും ഭാരമില്ലാതെയാണ് നടക്കുന്നത്. മറ്റുള്ളവരുടെ പ്രതീക്ഷകളോ വലിയ ലക്ഷ്യങ്ങളോ സങ്കീർണമായ സിദ്ധാന്തങ്ങളോ തലയിലേറ്റാത്തതുകൊണ്ട് തന്നെ തികച്ചും ലളിതമായി ജീവിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും അതിന് സാധിക്കുന്നു. ലക്ഷ്യബോധമുള്ള യാത്ര ചിറകുകളില്ലെങ്കിലും തൻ്റെ ഉള്ളിലെ വിത്തിനെ, ഭാവി തലമുറയെ ഒരു കുഞ്ഞിനെ എന്ന പോലെ കാത്തുസൂക്ഷിച്ചാണ് അത് പറക്കുന്നത്. താൻ ഇല്ലാതാകുന്നിടത്ത് വളരേണ്ട ആ വിത്തിനെ വളരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ അത് ശ്രദ്ധിക്കുന്നു. അപ്പൂപ്പൻ താടിയുടെ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് മണ്ണിൽ വീഴുന്നിടത്ത് ആരും അറിയാതെ ഒരു പുതിയ മരമായി പുനർജനിക്കുന്നു. ഈ മരം വീണ്ടും പുതിയ അപ്പൂപ്പൻ താടികളെ അന്തരീക്ഷത്തിലേക്ക് പറത്തിവിടുന്നു. അങ്ങനെ പഴയ അപ്പൂപ്പൻ താടി പ്രകൃതിയിൽ ഒരു അദൃശ്യ സ്മാരകമായി എന്നും നിലനിൽക്കുന്നു. 6, അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കുക എന്നാണ് ഉത്തരം. വിമാനത്തിൽ നിന്നും ഇത്തിരി പച്ചവെള്ളം ലഭിച്ചു. അത് എത്രയോ മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു. എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം അതുമാത്രമായിരുന്നു. 7, 7A 7B എന്ന 2 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എക്സാമിന് ഏതെങ്കിലും ഒന്നേ ഉത്തരം എഴുതിയിട്ടുണ്ടാവുള്ളൂ. ഞാനിവിടെ നിങ്ങൾക്ക് 2ൻ്റെയും ഉത്തരം തരും. 7A, മരുഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ യാത്രികനെ സ്വാധീനിക്കുന്നതെങ്ങനെ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. ഉത്തരം, അനന്തമായി പരന്നുകിടക്കുന്ന മണൽ പരപ്പിലൂടെയുള്ള യാത്രയിൽ സൂര്യൻ പെട്ടെന്ന് അസ്തമിക്കുന്നത് മരുഭൂമിയിലെ സഞ്ചാരികളെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നു. പകലിലെ വെളിച്ചത്തിൽ നിന്നും പെട്ടെന്ന് ഇരുട്ടിലേക്ക് മാറുന്ന ഈ അവസ്ഥ ശക്തമായൊരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയതുപോലെയുള്ള കടുത്ത നിസ്സഹായാവസ്ഥയാണ് അവരിൽ ഉണ്ടാക്കുന്നത്. അതിരുകളില്ലാത്ത മരുഭൂമിയുടെ വിസ്തൃതി കാണുമ്പോൾ പലപ്പോഴും സഞ്ചാരികൾക്ക് മാനസിക നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പ്രകൃതിയുടെ ഈ ഭീമാകാരമായ രൂപത്തിന് മുന്നിൽ താൻ എത്രമാത്രം നിസ്സാരനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ അവർക്ക് ഉന്മാദാവസ്ഥ ഉണ്ടാകുന്നു. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ വീഴുമ്പോൾ മണൽ കുന്നുകൾ വ്യത്യസ്ത രൂപങ്ങളായി മാറുന്നു. പലപ്പോഴും അവ കോട്ടകളായോ ആട്ടിൻകൂട്ടങ്ങളായോ ഒക്കെ തോന്നാം. വെളിച്ചം കുറയുമ്പോൾ വെറും നിഴലുകളായി മാറുന്ന ഈ മണൽ കാഴ്ചകൾ മരുഭൂമിയിലെ അനുഭവങ്ങളെ കൂടുതൽ പ്രകൃതി വിരുദ്ധവും വിചിത്രവുമാക്കുന്നു.
മരുഭൂമിയിലൂടെയുള്ള കഠിനമായ യാത്രകൾ സഞ്ചാരികൾക്ക് ആഴമേറിയ ഉൾക്കാഴ്ചകളും അനുഭവ സമ്പത്തും നൽകുന്നു. പ്രകൃതിയുടെ കടുത്ത വ്യതിയാനങ്ങളോട് പൊരുതി മുന്നേറുന്നതിലൂടെ അവർ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ വലിയ പാഠങ്ങളാണ് പഠിച്ചെടുക്കുന്നത്. ബി ചോദ്യം, എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥസാധ്യതകൾ എന്തെല്ലാം? വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിലെ ഈ വരികൾ അപ്പൂപ്പൻ താടിയുടെ യാത്രയിലുള്ള ജാഗ്രതയെയും അതിൻ്റെ ദൗത്യബോധത്തെയുമാണ് വ്യക്തമാക്കുന്നത്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ എത്രത്തോളം ശ്രദ്ധയോടെയും സുരക്ഷിതമായും മടിയിലിരുത്തി യാത്ര ചെയ്യുമോ അത്രത്തോളം സ്നേഹത്തോടെയും ഉത്തരവാദിത്തത്തോടെയുമാണ് അപ്പൂപ്പൻ താടി വിത്തിനെ ഉള്ളിൽ പേറി സഞ്ചരിക്കുന്നത്. താൻ ഇല്ലാതാകുന്നിടത്ത് പുതിയൊരു മരമായി ജീവൻ വെക്കേണ്ട ഭാവി തലമുറയെയാണ് അത് കാത്തു സൂക്ഷിക്കുന്നത്. സ്വന്തം വംശം നിലനിർത്തുക എന്ന വലിയ കടമയാണ് ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത്. സ്വന്തമായി ചിറകുകളോ പറക്കാൻ വലിയ ആകാശമോ ഇല്ലെങ്കിൽ പോലും വിത്തിനെ സുരക്ഷിതമായി ഒരിടത്ത് എത്തിക്കുക എന്ന ലക്ഷ്യം ബോധമാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. ഈ യാത്ര അവസാനിക്കുന്നിടത്ത് ആ വിത്ത് ഒരു വലിയ മരമായി വളരും. അത് പുതിയ അപ്പൂപ്പൻ താടികൾക്ക് ജന്മം നൽകും. ഇതിലൂടെ അപ്പൂപ്പൻ താടിയുടെ യാത്ര അവിടെ ഒരു വലിയ അടയാളമായി മാറുന്നു, സ്മാരകമായി. ലോകത്തിൻ്റെ വലിയ കോലാഹലങ്ങളിൽ പെടാതെ സ്വന്തം വംശത്തിൻ്റെ നിലനിൽപ്പിനായി നടത്തുന്ന നിശബ്ദവും ധീരവുമായ ഒരു യാത്രയുടെ പ്രതീകമാണിത്. അടുത്തത് 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് 4 or 5 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. 5 മാർക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 8ാമത്തെ ചോദ്യം എന്താ? ഹിമാലയ യാത്രാനുഭവങ്ങളെക്കുറിച്ചുള്ള മുകളിലുള്ള നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഉത്തരം നോക്കിയാലോ? യാത്രകൾ എന്നാൽ കേവലം ഒരു സ്ഥലം സന്ദർശിക്കൽ മാത്രമല്ല, അവ അറിവ് നേടുന്നതിനും സ്വയം തിരിച്ചറിയുന്നതിനുമുള്ള വലിയൊരു മാർഗമാണ്. സുജാത ദേവി തൻ്റെ കുറിപ്പുകളിലൂടെ ഈ കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഹിമാലയത്തിലെ കാടുകളിലൂടെ 2 മാസത്തോളം അവർ നടത്തിയ സഞ്ചാരം വെറുമൊരു യാത്രയായിരുന്നില്ല, മറിച്ച് സമുദ്രത്തേക്കാൾ ആഴമുള്ള ജീവിത പാഠങ്ങൾ പകർന്നു നൽകിയ ഒരു ഹിമാലയൻ യാത്ര തന്നെയായിരുന്നു അത്. യാത്ര പ്രകൃതിയെയും സമൂഹത്തെയും അടുത്തറിയാൻ സഹായിക്കുന്നു. കഠിന സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. നഗരങ്ങളിലെ സുരക്ഷിതത്വത്തിൽ നിന്നും മാറി ജീവിക്കുന്നവരുടെ ജീവിതം ഒരു നേർക്കാഴ്ചയാണ്. യാത്രകൾ അവസാനമല്ല, പുതിയ ചിന്തകളുടെ തുടക്കമാണ്. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ലോകത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ യാത്രകൾ സഹായിക്കുന്നു. യാത്രയിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ സ്വന്തമായി മാത്രം സൂക്ഷിക്കരുത്. നേട്ടങ്ങളും അനുഭവങ്ങളും സമൂഹത്തിനായി പങ്കുവെക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോഴേ യാത്ര പൂർണ്ണമാകൂ. തിരിച്ചറിവുകൾ, യാത്രയിലെ ബുദ്ധിമുട്ടുകൾ പിന്നീട് ജീവിതത്തിൽ കരുത്തായി മാറും. പ്രതിസന്ധികളെ മറികടക്കുമ്പോൾ മനസ്സിൽ പുതിയ വെളിച്ചമുണ്ടാകുന്നു. പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹം വർദ്ധിക്കാൻ യാത്രകൾ സഹായിക്കുന്നു. ഇത് മനുഷ്യൻ്റെ ഇടുങ്ങിയ ചിന്താഗതികളെ ഇല്ലാതാക്കുന്നു. 9. തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണല്ലേ. 1, 2, 3. ഉത്തരം നോക്കാം. 1. പുഴയിലിറങ്ങിയ മനുഷ്യൻ ചെയ്തത് എന്തെല്ലാം? പുഴവെള്ളത്തിൽ വിഷം കലക്കി മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടിച്ചു. പുഴയിൽ നിന്ന് മണൽ വാരി ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. സൂര്യൻ്റെ ചുട്ടുപൊള്ളുന്ന ശാപരശ്മി എന്നാണ് കേട്ടോ. വന്നു അവനെ തൊട്ടു എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസൂചനകൾ എന്തെല്ലാം? കടുത്ത ചൂടും സൂര്യാഘാതവും. പുഴയും പ്രകൃതിയും നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് തണലില്ലാതെ അയാൾക്ക് കടുത്ത ചൂടേൽക്കേണ്ടി വന്നു, സൂര്യാഘാതമേറ്റു. പ്രകൃതിയുടെ തിരിച്ചടി, ശിക്ഷ. പ്രകൃതിയെ ചൂഷണം ചെയ്ത മനുഷ്യന് പ്രകൃതി തന്നെ നൽകിയ ശാപവും ശിക്ഷയുമാണ് ഈ കഠിനമായ ചൂട് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. 3ാമത്തെ ചോദ്യം, കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകി ഔചിത്യം വ്യക്തമാക്കുക. തലക്കെട്ട് പ്രകൃതിയുടെ ശാപം അല്ലെങ്കിൽ മനുഷ്യനും പുഴയും കേട്ടോ. ഏത് വേണമെങ്കിലും എഴുതാം. ഔചിത്യം, സ്വാർത്ഥനായ മനുഷ്യൻ തൻ്റെ ലാഭത്തിന് വേണ്ടി പുഴ മലിനമാക്കുകയും മണൽ വാരുകയും ചെയ്ത് പ്രകൃതിയെ നശിപ്പിക്കുന്നു. എന്നാൽ അവസാനം അതേ പ്രകൃതിയുടെ കടുത്ത ചൂടേറ്റ് അവൻ മരണപ്പെടുന്നു. മനുഷ്യൻ്റെ ക്രൂരതയും അതിനുള്ള പ്രകൃതിയുടെ തിരിച്ചടിയും വ്യക്തമാക്കുന്നതുകൊണ്ട് ഈ തലക്കെട്ട് അനുയോജ്യമാണ്. 10A ആണ്. 10A നമുക്ക് ശാന്തിനികേതനത്തിലെ വരികളും ബാലിദ്വീപിലത്തെയും തന്നിട്ടുണ്ട്. നൽകിയ സൂചനകളും പാഠഭാഗവും വിലയിരുത്തി SK പൊറ്റക്കാടിൻ്റെ കൃതികളിൽ കേരളത്തിൻ്റെ സവിശേഷതകൾ പ്രതിഫലിക്കുന്നതെങ്ങനെ എന്ന് വിശദമാക്കുക. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ SK പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങളിൽ കേരളത്തിൻ്റെ തനിമ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ലോകത്ത് എവിടെയൊക്കെ യാത്ര ചെയ്താലും താൻ കാണുന്ന കാഴ്ചകളെ അദ്ദേഹം സ്വന്തം നാടായ കേരളവുമായി താരതമ്യം ചെയ്യാറുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന എഴുത്തുശൈലിയാണ്.
ഉദാഹരണത്തിന് ശാന്തി നികേതനം എന്ന പുസ്തകത്തിൽ ബംഗാളിലെ ഗ്രാമങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ എഴുത്തിൽ കൊണ്ടുവരുന്നു. ബാലിദ്വീപ് എന്ന പുസ്തകത്തിൽ അവിടുത്തെ നെൽവയലുകളെക്കുറിച്ച് വിവരിക്കുമ്പോൾ നെൽപ്പാടങ്ങളുടെ നാടായ കേരളത്തിൽ നിന്ന് വരുന്ന താൻ പോലും അവിടുത്തെ ഭംഗി കണ്ട് അത്ഭുതപ്പെട്ടുപോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ കൃഷിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആഴമേറിയ ബന്ധം ഇതിൽ വ്യക്തമാണ്. ശാന്തി നികേതൻ എന്ന യാത്രാ വിവരണത്തിൽ ബംഗാളിലെ ഗ്രാമഭംഗിയെ കേരളത്തിൻ്റെ പ്രകൃതിയോട് പലയിടത്തും ഉപമിക്കുന്നുണ്ട്. കേരളത്തിലെ തെങ്ങുകൾ പോലെ തലയുയർത്തി നിൽക്കുന്ന പനകൾ ബംഗാൾ ഗ്രാമങ്ങളിലും അദ്ദേഹം കാണുന്നു. കേരളത്തിലെ പോലെ പച്ചപ്പ് നിറഞ്ഞ വാഴത്തോട്ടങ്ങളും പച്ചക്കറി പന്തലുകളും അവിടുത്തെ പ്രകൃതിക്കും ഭംഗി കൂട്ടുന്നു. അതിർത്തി മതിലുകൾക്കരികിലെ മുള്ളുവേലികൾ കേരളത്തിലെ ഗ്രാമീണ വഴികളെ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ കുളങ്ങളിൽ എന്ന പോലെ ആമ്പലുകളാണ് കേട്ടോ. ആമ്പലുകൾ നിറഞ്ഞ ജലാശയങ്ങൾ ബംഗാളിലും കാണാം. ഗ്രാമങ്ങളിലെ ആൽത്തറകളും കർഷകരുടെ ലളിതമായ പുൽക്കുടിലുകളും കേരളത്തിലെ പഴയകാല കാഴ്ചകൾക്ക് സമാനമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇനി ബി ചോദ്യം, അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിലെ അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്ന പ്രയോഗം അപ്പൂപ്പൻ താടിയുടെ യാത്രയെയും ജീവിതത്തെയും വളരെ ഭംഗിയായി കാണിച്ചു തരുന്നു. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകാറുണ്ട്. ഈ പ്രതീക്ഷകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭാരമായി മാറാറുണ്ട്. എന്നാൽ അപ്പൂപ്പൻ താടിക്ക്, ഈ അപ്പൂപ്പൻ താടി എന്നുള്ളത് ടൈപ്പ് ചെയ്തപ്പോൾ ഈ അപ്പൂപ്പൻ ഉണ്ട് കേട്ടോ, അപ്പൂപ്പൻ താടിക്ക് ഇത്തരം വലിയ പ്രതീക്ഷകളുടെയോ ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയോ ഭാരമില്ല. അതുകൊണ്ട് തന്നെ വലിയ അറിവുകളോ സിദ്ധാന്തങ്ങളോ തലയിലേറ്റാതെ അതിൻ്റെ ലളിതമായ സഞ്ചരിക്കാൻ അപ്പൂപ്പൻ താടിക്ക് കഴിയുന്നു. അതിനെന്നാണ് കേട്ടോ, കഴിയുന്നു എന്ന് കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ്. ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളോ ആശങ്കകളോ അപ്പൂപ്പൻ താടിയുടെ യാത്രയെ ബാധിക്കുന്നില്ല. ഇത് വേണ്ട. കവിതയിലെ ജീവിതം പോലെ ഭാരരഹിതമായ ഒരു പ്രയാണമാണിത്. അറിവില്ലായ്മ എന്നത് ഇവിടെ ഒരു പോരായ്മയല്ല, മറിച്ച് സ്വതന്ത്രമായി പറക്കാനുള്ള കരുത്തായി മാറുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒന്നും അറിയില്ല എന്ന് തിരിച്ചറിയുന്നതാണ് വലിയ അറിവ് എന്ന സോക്രട്ടീസിൻ്റെ വചനവുമായി ഈ പ്രയോഗത്തെ താരതമ്യം ചെയ്യാം. വലിയ ലക്ഷ്യങ്ങളുടെയോ ജ്ഞാനത്തിൻ്റെയോ ഭാരമില്ലാതെ തൻ്റെ സഹജമായ വഴിയിലൂടെ വിനീതമായും എന്നാൽ ധീരമായും സഞ്ചരിക്കാൻ അപ്പൂപ്പൻ താടിക്ക് സാധിക്കുന്നു. അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല, സ്വന്തമായ ആകാശമില്ല. ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ അത് അപ്പൂപ്പൻ താടിയിൽ നിന്ന് ആക്കുക കേട്ടോ. ദിക്കുകൾ നിശ്ചയിച്ചിട്ടില്ല എങ്കിലും തൻ്റെ പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന് അത് പറക്കുന്നു. ഈ പറക്കലിന് സഹായകമാകുന്നത് ലോകത്തിൻ്റെ ഭാരമില്ലാത്ത അതിൻ്റെ ഈ അറിവില്ലായ്മ തന്നെയാണ്. 11. അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൂപ്പൻ താടിയുടെ ഈ പരിശ്രമം നമുക്ക് നൽകുന്ന ജീവിതപാഠം എന്താണ്? വിശദമാക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിതയിൽ അപ്പൂപ്പൻ താടിയുടെ യാത്രയെ വളരെ ചെറുതെങ്കിലും ധീരമായൊരു ശ്രമം എന്നാണ് കവി വിളിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു ജീവിതപാഠം തരുന്നുണ്ട്. അപ്പൂപ്പൻ താടിക്ക് പക്ഷികളെ പോലെ വലിയ ചിറകുകളോ സ്വന്തമായി ആകാശമോ എന്നാണ് കേട്ടോ, ആകാശത്തോ അല്ല, കേട്ടോ, ഇതിനെ ഇത് മായാണ്, ആകാശമോ ഇല്ല. യാത്ര ചെയ്യാൻ പ്രത്യേക വണ്ടികളോ സൗകര്യങ്ങളോ ഇല്ല. എങ്കിലും തൻ്റെ കുറവുകളിൽ വിഷമിക്കാതെ അത് ധൈര്യത്തോടെ മുന്നോട്ട് പറക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വഴിയോ വലിയ ലക്ഷ്യങ്ങളെയോ വെറുതെ അനുകരിക്കരുത്. പകരം സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് സ്വന്തമായ ഒരു വഴി കണ്ടെത്തണം. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ എന്ന് ഈ കുഞ്ഞു യാത്ര നമുക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. നമുക്ക് കാണിച്ചു തരും. അപ്പൂപ്പൻ താടി പറക്കുന്നത് വലിയ ഭാരമില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ നമ്മളും മനസ്സിൽ വലിയ ചിന്തകളും വിഷമങ്ങളും വെച്ചുകൊണ്ടിരിക്കരുത്. ലളിതമായി ജീവിക്കുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരവും സ്വതന്ത്രവുമായി തീരും. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് അപ്പൂപ്പൻ താടി വിത്തിനെ സംരക്ഷിക്കുന്നത്. താൻ ഇല്ലാതായാലും അവിടെ പുതിയൊരു മരം വളർന്നു വരണമെന്ന് അത് ആഗ്രഹിക്കുന്നു. അങ്ങനെ അത് തൻ്റെ കടമ പൂർത്തിയാക്കുന്നു. അപ്പൂപ്പൻ താടി വീഴുന്നിടത്ത് ആരും അറിയാതെ ഒരു വലിയ മരം വളർന്നു വരുന്നു. ആ മരം പിന്നീട് പുതിയ അപ്പൂപ്പൻ താടികളെ പറത്തിവിടുമ്പോൾ പഴയ അപ്പൂപ്പൻ താടിയുടെ ചെറിയ ശ്രമം ഒരു വലിയ സ്മാരകമായി മാറുന്നു. പ്രശസ്തിക്കോ അംഗീകാരങ്ങൾക്കോ വേണ്ടി കാത്തു നിൽക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കം നമ്മുടെ കുറവുകളെ നമ്മുടെ കുറവുകളെ ദൃഢനിശ്ചയം കൊണ്ട് മറികടക്കാനും ലളിതമായ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വലിയ കാര്യങ്ങൾ ചെയ്യാനും അപ്പൂപ്പൻ താടിയുടെ ഈ പരിശ്രമം നമ്മെ പ്രേരിപ്പിക്കുന്നു.
അടുത്തത് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. 7 മാർക്കാണ് കേട്ടോ. 12A അല്ലെങ്കിൽ 12B ആണ്. 12A എന്ന് പറയുന്നത് നിങ്ങൾ നടത്തിയ യാത്രയിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സുഹൃത്തിന് കത്തെഴുതുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ കത്ത് നോക്കാം. എപ്പോഴും നിങ്ങൾ കത്ത് എഴുതുമ്പോൾ ഒരു സ്ഥലവും തീയതിയും കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലവും തീയതിയും കൊടുക്കൂ. അതുകൊണ്ടാണ് ഞാനതിവിടെ കൊടുക്കാത്തത്. പ്രിയപ്പെട്ട സുഹൃത്തിന്, സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിനക്ക് കത്തെഴുതുന്നത്. ഈ കത്തിലൂടെ ഞാൻ അടുത്തിടെ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചും അതിൽ എനിക്കുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങളെക്കുറിച്ചും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ മാസമാണ് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം മൂന്നാർ സന്ദർശിച്ചത്. യാത്രകളിലൂടെ ലഭിക്കുന്ന അറിവുകളും അനുഭവങ്ങളും എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളാണെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് ഈ യാത്രയിലൂടെ എനിക്ക് മനസ്സിലായി. അവിടുത്തെ പച്ചപ്പും തണുപ്പുള്ള കാലാവസ്ഥയും എന്നെ ഒരുപാട് ആകർഷിച്ചു. മലനിരകളിലൂടെയുള്ള യാത്രയും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും കൺകുളിർക്കെ കാണാൻ സാധിച്ചു. അവിടെ വെച്ച് പ്രാദേശികമായ ചില സംസ്കാരങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും പുതിയ അറിവുകൾ നേടാൻ എനിക്ക് കഴിഞ്ഞു. ട്രെക്കിംഗ് നടത്തിയത് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ്. പ്രകൃതിയോട് ഇത്രയടുത്ത് നിൽക്കാൻ കഴിഞ്ഞത് മനസ്സിൽ വലിയൊരു സമാധാനവും സന്തോഷവും നൽകി. ഈ യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും അനുഭവങ്ങളും നേരിൽ കാണുമ്പോൾ ഞാൻ നിന്നോട് കൂടുതൽ വിശദമായി പങ്കുവയ്ക്കാം. അടുത്ത തവണ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകണം. നിന്റെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു. വീട്ടിലെ എല്ലാവർക്കും എൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കുക എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ പേര് എഴുതുക കേട്ടോ. ഇനി അടുത്തത് ബി ചോദ്യമാണ്. ബി ചോദ്യത്തിൽ നമുക്ക് ശാന്തിനികേതനം, ടാഗോർ, അങ്ങനെ മുകളിൽ നൽകിയ സൂചനകൾ 2 വരികളും തന്നിട്ടുണ്ട്. മുകളിൽ നൽകിയ സൂചനകൾ വിശകലനം ചെയ്ത് വിദ്യാലയം എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ഉപന്യാസമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വിദ്യാലയം എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന ഉപന്യാസം. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന മഹത്തായ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. വെറും അക്ഷരജ്ഞാനത്തിനപ്പുറം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലും സാമൂഹിക അവബോധത്തിലും വിദ്യാലയങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. ഭാരതത്തിൻ്റെ മഹാനായ കവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളും അദ്ദേഹം വിഭാവനം ചെയ്ത ശാന്തിനികേതനവും വിദ്യാലയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നുണ്ട്. 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ട പഠനമുറികളല്ല, മറിച്ച് സ്വതന്ത്രമായ ചിന്തകൾക്ക് ചിറകും നൽകുന്ന ഇടങ്ങളാണ് വിദ്യാലയങ്ങളാകേണ്ടത്. ലളിതത്വവും ശാന്തിയും ഇതിനകത്തെവിടെയും ഒരു ലളിതത്വവും സുതാര്യതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു എന്ന ശാന്തിനികേതനത്തെക്കുറിച്ചുള്ള വരികൾ വിദ്യാലയ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമാക്കുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വിദ്യാലയം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതായിരിക്കണം. പ്രകൃതിയാണ് ഏറ്റവും വലിയ അധ്യാപിക. പച്ചപ്പും തുറന്ന ആകാശവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ കുട്ടികളിൽ സർഗാത്മകതയും വിജ്ഞാനദാഹവും ഉണർത്താൻ സാധിക്കൂ. ആർഭാടങ്ങളില്ലാത്ത ലളിതത്വവും സുതാര്യതയും വിദ്യാലയത്തിൻ്റെ മുഖമുദ്രയായിരിക്കണം. അതിരുകളില്ലാത്ത വിദ്യാലയം. ശാന്തിനികേതനത്തിന് അതിർത്തി നിൽക്കാനും പിളർത്താനും ഭിത്തികളില്ല എന്ന ചിന്ത വിദ്യാഭ്യാസം നൽകുന്ന സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ പല വിദ്യാലയങ്ങളും കടുത്ത മത്സരങ്ങളിലൂടെയും കണിശമായ നിയമങ്ങളിലൂടെയും അതിർവരമ്പുകൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ എൻ്റെ സങ്കല്പത്തിലെ വിദ്യാലയത്തിന് ചിന്തകളെ പരിമിതപ്പെടുത്തുന്ന ഭിത്തികൾ ഉണ്ടാകരുത്. കുട്ടികൾക്ക് ഭയമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാനും തങ്ങളുടെ കഴിവുകൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുമുള്ള സാഹചര്യം അവിടെ ഉണ്ടാകണം. അറിവ് നേടുന്നത് ഒരു ബാധ്യതയായോ പീഡനമായോ തോന്നാതെ ആനന്ദകരമായ ഒരു അനുഭവമായി മാറണം. ടാഗോർ പറഞ്ഞതുപോലെ വിദ്യാലയങ്ങൾ വെറുമൊരു അറിവ് വിതരണ കേന്ദ്രമാകരുത്. പകരം അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കേന്ദ്രമാകണം. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങുക എന്നതു മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഒരു സഹജീവിയോട് കാരുണ്യം കാണിക്കാനും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരാകാനും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വിദ്യാലയങ്ങളാണ്. പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കൊപ്പം പരസ്പര ബഹുമാനം, സഹവർത്തിത്വം, ലിംഗസമത്വം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ കൂടി പകർന്നു നൽകുന്ന ഒരിടമായിരിക്കണം വിദ്യാലയം. വിദ്വേഷമില്ലാത്ത സാഹോദര്യം നിറഞ്ഞ ഒരു നല്ല നാളെയെ കെട്ടിപ്പടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഇടമായി അത് മാറണം. കേവലം ബിരുദങ്ങൾ സമ്പാദിക്കാനുള്ള ഫാക്ടറികളല്ല വിദ്യാലയങ്ങൾ. അവ കുട്ടികളുടെ മനസ്സിനെ സംസ്കരിക്കുന്ന പുണ്യസ്ഥലങ്ങളാണ്. ലളിതത്വവും പ്രകൃതി ഭംഗിയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യത്തോടെ സ്നേഹവും സാഹോദര്യവും പങ്കുവച്ച് പഠിക്കാൻ സാധിക്കുന്ന വിദ്യാലയങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന തലമുറയ്ക്ക് മാത്രമേ ലോകത്തിൽ ശാന്തിയും സമാധാനവും പുരോഗതിയും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് 7 മാർക്കിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലെങ്തി ആയത്. അപ്പോൾ ഇത്രയുമാണ് അടിസ്ഥാന പാഠാവലി ചോദ്യപേപ്പർ മുഴുവൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.